സിയാദ് വേദിൽ ഞാൻ കണ്ടൊരു സ്വപ്നമാണ് ദേവദൂതൻ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്കിന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചിറക് മുളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിച്ചിട്ട് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തത്. നന്മണിച്ചിപ്പിയെ പോലെ നറുനീ വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ. ഒരുപാട് സിനിമ കഴിഞ്ഞിട്ട് വരാം. രാത്രിയിലും പകലും ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 5 മണി വരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന, ഒരു പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, ഒരു കാരവാനിലിരിക്കത്തില്ല, നമ്മുടെ കൂടെ ചേർല സൈഡിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ. 47 വർഷമായി ചേട്ടൻ സിനിമയിൽ തുടങ്ങിയിട്ടെന്ന് ചേട്ടൻ തിരനോട്ടം വെച്ച് പറയുമ്പോൾ, ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ്, രാത്രി ആണ് മുഴുവൻ ഷൂട്ടിങ്. എന്നെ നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാം, നൈറ്റാണ് ഷൂട്ട് മൊത്തം. പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല, അതിഭീകരമായ കൊടും തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിലും പകലൊന്നില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യങ്ങളാണ്. ചേട്ടൻ്റെ ഊട്ടി കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ആയപ്പം ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 4 മണിയുണ്ട്, സിവിൽ സാറൊക്കെ എല്ലാവരും ഉണ്ട്, പറഞ്ഞു 4 മണിയാവുമെന്ന് പറഞ്ഞു. ചേട്ടൻ പോയില്ല. ഇത്രയും പേര് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പോകുന്നില്ല, ഞാനും നമുക്ക് ഒരുമിച്ച് പോകാം, തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളുകൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. നന്ദി. രണ്ടാമതാണ്